ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭാ മേയറെ സ്വീകരണ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളോട് കാണിച്ച ഒരു നിന്ദയാണെന്ന് കണക്കാക്കാൻ കഴിയുന്ന നിലയിലുള്ള നടപടിയാണ് ആ ഒഴിവാക്കൽ നടപടി. സാധാരണഗതിയിൽ ഞാൻ 5 വർഷക്കാലം മേയറായിരുന്ന ആളാണ്. 5 വർഷക്കാലം പ്രധാനമന്ത്രിയും അങ്ങനെയുള്ള ദേശീയ നേതാക്കന്മാരെല്ലാം ധാരാളം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ എയർപോർട്ടിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ മൂന്നാമത് നിർത്തുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഗവർണർ, മുഖ്യമന്ത്രി, മേയർ എന്നുള്ള നിലയിലാണ് അതിൻ്റെ ലൈനപ്പ്. ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പറ്റിയ പെശകാണോ എന്നുള്ളവരും അറിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചാൽ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രമണിഞ്ഞ് മേയർ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ വ്യാപകമായി പ്രചരിപ്പിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ നഗരത്തിൻ്റെ പ്രഥമ പൗരനായ മേയർക്ക് ആ പട്ടികയിൽ ഇടമില്ല. ഇത് തിരുവനന്തപുരത്തെ ജനങ്ങളെയും ഫെഡറൽ മര്യാദകളെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വിശദീകരണങ്ങൾ ഒന്നും തന്നെ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി കഴിയില്ല. BJPയിലെ ഗ്രൂപ്പിസമാണോ മേയറെ ഒഴിവാക്കിയതിന് പിന്നിൽ, അതോ VV രാജേഷിനോടുള്ള വ്യക്തിപരമായ വിരോധമാണോ എന്ന് അറിയില്ല. തിരുവനന്തപുരത്തിന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ വികസന ബ്ലൂ പ്രിന്റ് 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നേരിട്ടെത്തി വികസന ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു BJP നേതാക്കന്മാരുടെ അവകാശവാദവും പ്രകടനപത്രികയിലും പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളോടുകൂടി മത്സരിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള നഗരമാക്കി മാറ്റുന്ന നിലയിലുള്ള പദ്ധതികൾ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രി 45 ദിവസത്തിനകം എത്തിച്ചേർന്നു, പക്ഷേ ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ജനങ്ങൾ പ്രധാനമന്ത്രി വരുമെന്ന് കേട്ടപ്പോൾ തന്നെ ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു. കാരണം ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായ നമ്മുടെ തിരുവനന്തപുരം നഗരം മാറാൻ വേണ്ടി പോവുകയാണല്ലോ എന്ന് എല്ലാ നഗരവാസികളും ധരിച്ചു. പക്ഷേ ഒരു വികസന പ്രവർത്തനവും സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം മിണ്ടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തയ്യാറായില്ല.